Good morning. Namaste. Namaste, Master. Welcome to the new video. I am Krishnan, Yoga Prana Vidya psychotherapist from Thrissur, and we are with our senior trainer, Master Ranjit sir. Namaste. Ranjit sir, നമ്മൾ യോഗ പ്രാണവിദ്യയെ പറ്റി, കോഴ്സുകളെ പറ്റി, ട്രെയിനിങ്ങുകളെ പറ്റി, ഹീലിങ്ങിനെ പറ്റിയിട്ടൊക്കെ കുറേയേറെ വീഡിയോ ചെയ്തു വരുന്നു. അതിൽ നമ്മൾ വ്യൂവേഴ്സിൻ്റെ, ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നോക്കുമ്പോൾ ചക്രകളെ പറ്റി കൂടുതൽ അറിയാനുള്ള താല്പര്യം പല ചോദ്യങ്ങളിലൂടെയും അവരുടെ റെസ്പോൺസിലൂടെയും ഒക്കെ നമുക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ ലെവൽ 1 മുതൽ നമ്മൾ ചക്രകളെ പറ്റി പഠിക്കുന്നുണ്ട്. പലരും ചക്ര ആക്ടിവേഷൻ, ചക്ര ബാലൻസിങ്ങിനെ പറ്റിയിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ചക്ര ആക്ടിവേഷൻ, അത് നമ്മുടെ ഹെൽത്തുമായിട്ടുള്ള ബന്ധം, എങ്ങനെ ചക്ര ബാലൻസിങ് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു ഹീലറുടെ സഹായമില്ലാതെ ചെയ്യാൻ സാധിക്കുമോ, അതിനെ പറ്റിയുള്ള സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതിപ്പോൾ കുറച്ചധികം ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ അതിൽ ഞാൻ ചക്രകളെക്കുറിച്ച്, ആക്ടിവേഷൻ ആൻഡ് അതിനെ ചിലപ്പോൾ ചെറുതാക്കുന്നതിനെ കുറിച്ച് ആദ്യം പറയാം. ഇത് വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് എന്ന് വിദേശത്തൊക്കെ അങ്ങനെ മാത്രമാണ് അതിനെ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ യോഗിക് പാരമ്പര്യങ്ങളിൽ മുന്നേയുള്ള ഋഷി വൈദ്യന്മാർ, സിദ്ധയോഗികളൊക്കെ ഇതിനെ ചക്രകളെന്നാണ്, വിർലിംഗ് എനർജി സെൻറ്റേഴ്സ്, സംസ്കൃതത്തിൽ ഇതിനെ ചക്ര വീൽ എന്നുള്ള അർത്ഥത്തിലാണ്. വിർലിംഗ് എനർജി സെൻറ്റേഴ്സ്, അതൊരു വോട്ടക്സ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാവും. മറ്റുള്ള വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറയുകയാണെന്ന് വിചാരിക്കേണ്ട. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് കണക്ട് ചെയ്ത് വരുന്നത് ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ അഡീഷണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനിക്ക് എല്ലാ വീഡിയോകളിലും പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ദിവസവും 2-3 വീഡിയോ ഉണ്ടാക്കിയിടുന്നുണ്ട് തന്നെ. അപ്പോൾ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിലും പുതിയ കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് തർക്കമില്ല, സംശയിക്കേണ്ട. നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നിങ്ങളിതിൻ്റെ ഒരു ഗുണവശം മനസ്സിലാക്കി സ്വയം ആ ജീവിതത്തിൽ അത് ആർജിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കി ജീവിതം ഏറ്റവും മികച്ചതാക്കാനും ഇവിടെ ഭൂമിയിൽ ഏറ്റവും മികച്ചവരായി നല്ലപോലെ റൂട്ടഡായി സാംസ്കാരികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ ഐശ്വര്യപൂർണമായും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനും സാധ്യമാകുന്ന പരിശീലനങ്ങളാണ് യോഗ പ്രാണവിദ്യയിൽ നിന്ന് പരിശീലിപ്പിക്കുന്നത്. അതിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പബ്ലിക് അനൗൺസ്മെൻറ്റ് പറ്റാത്തത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സാധാരണക്കാർക്കും അത് ഉപയോഗത്തിലേക്ക് വരുന്ന രീതിയിലാക്കാനാണ് ഞാൻ ശ്രമിച്ച് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ക്രൗൺ ചക്ര നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുകയും എനർജൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെർമിസ്ഫിയർ ആൻഡ് നമ്മുടെ പിറ്റ്യൂട്ടറി, പീനിയൽ ആൻഡ് ഹൈപ്പത്തലാമസ് ഗ്രന്ഥികൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ബ്രെയിനിൻ്റെ എല്ലാ കോശങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്രൗൺ ചക്രയാണെന്നറിയല്ലോ. വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. പീനിയൽ ഗ്ലാൻഡുകൾ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളുടെയൊക്കെ പ്രവർത്തനം വളരെ അത്ഭുതകരമാണ്. ഇപ്പോഴും ശാസ്ത്രത്തിന് പീനിയൽ ഗ്ലാൻഡൊക്കെ എന്താണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന യോഗി തലത്തിലുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ കണ്ടെത്തി അവർ പല സ്കൾപ്ചറുകളിലും ഇത് കൊത്തിവെക്കുകയും, ഇപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിലൊക്കെ പോയി നോക്കിയാൽ കാണാം ചില കണ്ണുകൾ മാത്രം ഇങ്ങനെ കൊത്തിവെച്ചിട്ടുള്ളത്. അത് ഈ പീനിയൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടെ ബ്ലൂ പേളായിട്ട് നമ്മുടെ ഉന്നതാത്മാവുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പരിണാമം, നമ്മളുടെ വിസ്ഡം ഓപ്പണിംഗ് ആയി നമ്മൾ വലിയൊരു തലത്തിലേക്ക് ഉയരാനായിട്ട് സഹായിക്കുന്ന ആ ഭാഗമാണ് ആ കണ്ണുകൾ. നമ്മുടെ ആത്മാവ്, നമ്മുടെ കണ്ണുകൾ ആത്മാവിൻ്റെ വാതിലുകളാണെന്നാണ് പറയുക. ആണെന്ന് പറയുകയല്ല, അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ കണ്ണിൽ നമ്മുടെ ആത്മാവുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മുടെ കണ്ണ് അതിൻ്റെ റിഫ്ലക്ഷനാണ്, ആത്മാവിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പീനിയൽ ഗ്ലാൻഡിൻ്റെ ഭാഗത്ത് അതിനൊരു ബ്രെയിൻ, ഇനിയിപ്പോൾ ഒരു മെഡിക്കൽ സയൻസൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ തലയോട്ടൊക്കെ, അതായത് ബ്രെയിൻ ഡിസെക്റ്റ് ചെയ്തൊക്കെ പഠിക്കുമല്ലോ. ഡിസെക്റ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ ഭാഗത്ത് കൃത്യമായി ഛേദിച്ചാൽ, ആ ബ്രെയിനിനെ പകുതി കൃത്യമായിട്ട് മുറിച്ചാൽ ആ ബ്രെയിനിൻ്റെ
അവിടെ ഒരു കണ്ണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. കണ്ണിൻ്റെ ഷേപ്പിൽ അത് ആ ഗ്ലാൻഡുകൾ നിൽക്കുന്നതാണ്. ആ ഗ്ലാൻഡുകളുടെ ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് മറ്റു പല യോഗിക് സാധനങ്ങളിൽ, പാരമ്പര്യങ്ങളിൽ, ഇപ്പോൾ ഈജിപ്ഷ്യൻ പാരമ്പര്യങ്ങളിൽ, ഫറോസിൻ്റെ കാലഘട്ടങ്ങളിൽ, അവിടുത്തെ പുരോഹിതന്മാരുടെ കാലഘട്ടങ്ങളിൽ ആന്തരികമായ അറിവ് കൊണ്ട് അവർ ധ്യാനങ്ങളിൽ കൂടിയും മറ്റു പല പരിശീലനങ്ങളിൽ കൂടിയും മനസ്സിലാക്കിയ പല കാര്യങ്ങളും അവർ കൊത്തുപണികളിൽ കൂടെ സ്കൾപ്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് ലോകപ്രസിദ്ധമാണ്. പലരും അത് വളരെ മഹനീയമായ കൊത്തുപണികളെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്നും കൂടെ ഈ ഹീലിംഗൊക്കെ പഠിച്ച ആളുകൾക്ക് അത് കാണുമ്പോൾ, അത് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ച ആളുകൾക്ക് അത് ഓരോന്നും കാണുമ്പോൾ അതെന്താണ് അർത്ഥമാക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ ക്യൂറേറ്റർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഹീലിംഗ് പഠിക്കുമ്പോൾ തന്നെ അതിലത്തെ ഓരോ കൊത്തുപണികളും എന്തിനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് അന്നത്തെ ഋഷിതുല്യരായിട്ടുള്ള ഫറോമാരോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരോ ഒക്കെ അവർ പറഞ്ഞ് ശില്പികളെ കൊണ്ട് തയ്യാറാക്കി വെപ്പിച്ചത്. ഇതൊക്കെ ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ ലൈറ്റ്, ഹ്യൂമൻ ഫിസിക്കൽ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ ആന്തരികമായ ലോകവും ഒക്കെ ആയിട്ട് ഒരു ഹ്യൂമൻ ബോഡി എങ്ങനെ അസോസിയേറ്റ് ചെയ്തു നിൽക്കുന്നു എന്നുള്ള അറിവുകൾ കൊത്തുപണികളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ഹീലിംഗ് സമ്പ്രദായങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായത് നമുക്കിവിടെ പറഞ്ഞാൽ തീരത്തത്ര മാത്രം കാര്യങ്ങൾ ഓരോന്നെടുത്ത് വിവരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് ഞാൻ ഈ കണ്ണുകളുടെ കാര്യം പറയാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്രൗൺ ചക്ര ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉള്ളിലുള്ള ബ്രെയിനിൻ്റെ പരിച്ഛേദം എടുത്ത് നോക്കുമ്പോൾ അതിൽ പരിച്ഛേദം എന്ന് പറഞ്ഞാൽ പകുതി ആക്കാൻ തന്നെയല്ലേ പരിച്ഛേദം. അപ്പോൾ അത് അങ്ങനെ ഡിസെക്റ്റ് ചെയ്താൽ അതിൽ ഒരു കണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴെങ്കിലും മെഡിസിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അത് ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു കണ്ണിന് പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. അവിടെ നിങ്ങൾക്കൊരു കണ്ണ് പോലെ ഷേപ്പിൽ കാണാൻ സാധിക്കുക. അവിടെയാണ് പീനിയൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അവിടെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ജീവാത്മാവ് കുടികൊള്ളുക. അതുപോലെ തന്നെ നമ്മുടെ അവബോധത്തെ, നമ്മുടെ ഉന്നതങ്ങളിലേക്കുള്ള കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഭാഗവും അതാണ്. ഇത് മെഡിസിൻ പഠിക്കുന്ന ആളുകൾക്കിത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഗുരുഭൂതന്മാർ, ദൈവതുല്യമായിരുന്ന ഗുരുക്കന്മാർ വേദങ്ങളിലും മറ്റു പല സ്ക്രിപ്റ്റുകളിലും ലോകത്ത് പരന്നു കിടക്കുന്ന മറ്റു പല കാര്യങ്ങളിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ക്രൗൺ ചക്ര നമ്മുടെ ആ പീനിയൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ എത്രമാത്രം ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യണോ, എന്താണ് ഈ ഉന്നതങ്ങളിലേക്കുള്ള യാത്ര എന്ന് ആദ്യം പറയാം. നാം സാധാരണ മനുഷ്യരായിട്ട് ഇവിടെ ഭൂമിയിൽ ജീവിക്കുകയും ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും ജോലി ചെയ്യുകയും വീണ്ടും എഴുന്നേൽക്കുകയും ഭക്ഷണം കഴിക്കുകയും അത് ഡൈജസ്റ്റ് ആകുമ്പോൾ അത് കിടന്നുറങ്ങി പിറ്റേ ദിവസം എഴുന്നേൽക്കുകയും മറ്റുള്ള പണികളിൽ ഏർപ്പെടുകയും ചെയ്യുക അല്ലേ. ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമുണ്ടാകേണ്ടത്, ഒരു മാറ്റം, ഒരു റെവല്യൂഷൻ ഉണ്ടാവേണ്ടത് അത് ഉണ്ട് എന്ന് അവന് തന്നെ തോന്നി തുടങ്ങുന്ന ഒരു കാലഘട്ടം വരും. ഇനി നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാലും, ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാം കിട്ടിക്കഴിഞ്ഞാലും പിന്നീട് ഉണ്ടാകാവുന്ന ഒരവസ്ഥ നിറഞ്ഞു കിട്ടിനൊന്നും ആഗ്രഹിക്കാനില്ലാണ്ടാകുമ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എംപ്റ്റിനെസ് വരും. ആ എംപ്റ്റിനെസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡിപ്രസ്ഡ് ആവും, നമുക്ക് വേറൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ. പ്രതീക്ഷിക്കുമ്പോഴാണ്, ആ പ്രതീക്ഷ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം തരുന്നത്. അതും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, എംപ്റ്റിനെസ് അല്ല അത്. ഞാൻ എംപ്റ്റിനെസ്സിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ എംപ്റ്റിനെസ് എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാം നിറഞ്ഞുണ്ടാകുമ്പോൾ നമുക്കൊരു എംപ്റ്റിനെസ് വരുന്നത് നത്തിങ്നെസ് അല്ല, അത് നമ്മുടെ ഉള്ളിൽ ഒരു ശൂന്യത വന്നിട്ട് നമുക്കൊരു ഡിപ്രസ്ഡ് ആവുന്നൊരവസ്ഥയിലേക്ക് വരും. ആ ഡിപ്രഷൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈശ്വരീയമായ ലോകത്തേക്ക് നമുക്ക് കാല് കയറ്റി വയ്ക്കുക, ആ പടികളിൽ കൂടെ കയറാൻ ശ്രമിക്കുക. ഈശ്വരീയമായ ലോകമെന്ന് പറയുന്നത് നമ്മുടെ നന്മകളെ പുനർജീവിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ റീജനുവേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഗ്രാജ്വലി ആ ഉന്നതങ്ങളിലേക്ക് പോകുന്നതോറും നമ്മുടെ ഉള്ളിൽ പ്രത്യേകമായ ആനന്ദങ്ങളിലേക്ക്, ഈശ്വരീയമായ കണ്ടക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ടുള്ള മെർജിങ്ങിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ഒരു ശൂന്യതയും അനുഭവപ്പെടില്ല. നിറഞ്ഞ ആനന്ദം, പരമമായ ആനന്ദം, സന്തോഷം, സമാധാനം
ഈ ലോകത്ത് നാം ജീവിക്കുന്നു എന്നുള്ള തോന്നൽ, സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാവാനൊക്കെ അതിന് സാധ്യമാവും. അതിനൊക്കെ സഹായിക്കുന്നത് ക്രൗൺ ചക്രയാണ്. പിന്നെ ഒരു ധ്യാനം, ഇപ്പോൾ യോഗ പ്രാണവിദ്യയിലൊക്കെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ധ്യാനങ്ങൾ, വ്യത്യസ്തമായ ധ്യാനങ്ങൾ പഠിക്കാനുണ്ട്. ഓരോ ഡിഫറെൻറ്റ് പർപ്പസസ് ആർ ദർ. അതായത് ഒരു ധ്യാനം ഒരു കാര്യത്തിലാണ്. ധ്യാനമെന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫാക്ടറല്ല. ഓരോ ധ്യാനത്തിനും വ്യത്യസ്തമായ സ്വഭാവങ്ങളുണ്ട്. ഭക്തിയോഗങ്ങളിലുള്ള ധ്യാനങ്ങളുണ്ട്, രാജയോഗങ്ങളിലുള്ള ധ്യാനങ്ങളുണ്ട്, കുണ്ടലിനി യോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ധ്യാനയോഗങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ വ്യത്യസ്തമായ ധ്യാനങ്ങൾ, പ്രോസ്പെരിറ്റി ധ്യാനങ്ങളുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള വ്യത്യസ്തമായ ധ്യാനങ്ങളുടെ നമ്മുടെ സ്പിരിച്വൽ പാത്തിനെ വല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കുറേ ഹയർ മെഡിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ധ്യാനങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ക്രൗണിനെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫോർഹെഡ് എനർജി സെൻറ്ററിൻ്റെ പ്രത്യേകത, അത് സൈക്കിക് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങളെ ആന്തരികമായിട്ടുള്ള അറിവ് തരുന്നതിന്, ഒരാൾ നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എല്ലാ ചക്രങ്ങൾക്കും ആ സ്വഭാവങ്ങളുണ്ടെങ്കിലും ഈ ഫോർഹെഡ് ചക്രയ്ക്ക് കുറച്ചും കൂടിയും ഒരു അതീന്ദ്രിയമായ ദൃഷ്ടിജ്ഞാനമുണ്ട്. നമുക്ക് ഉള്ളിൽ തന്നെ ചില കണ്ണുകൾ ഓപ്പൺ ചെയ്യുകയും നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ് ഫോർഹെഡ് എനർജി സെൻറ്റർ. പിന്നെ അജ്ഞാചക്ര അത് വിൽ ആസ്പെക്റ്റാണ്. നമുക്ക് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഉണ്ടായിരിക്കും. നമുക്ക് ചില ആളുകളോട് വലിയ ബഹുമാനവും സ്നേഹമൊക്കെ തോന്നാറില്ലേ സമൂഹത്തിൽ? എന്തുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ തോന്നുന്നത്? ആ ബഹുമാനം തോന്നാനുള്ള കാരണം അവരുടെ ചിട്ടയായിട്ടുള്ള ജീവിത രീതികളും അവരുടെ പ്രിൻസിപ്പിൾസും പോളിസീസും നമ്മുടെ ആശയത്തിന് എതിരായിട്ടാണ് പോലും അവരുടെ സങ്കല്പങ്ങളും അവരെ കണ്ടെത്തില്ലെങ്കിലും ശാന്തമായിട്ട് ആലോചിച്ചാൽ അദ്ദേഹത്തിന് ആ രീതി, അത് അദ്ദേഹം ശരിയായിട്ട് വിശ്വസിച്ച് അതിൽ സമർപ്പണത്തോടു കൂടി പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് ഫോളോ ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ്, പിന്നെ ഒരു കാര്യം, ഒരു ഉദാഹരണം പറയാം. നിയമം തെറ്റിച്ച് ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല എന്നുള്ള ആളുകളുണ്ട്. പരമാവധി നിയമങ്ങൾ തെറ്റിക്കാൻ തന്നെ നമ്മളെല്ലാവരും ശ്രമിക്കുന്നുണ്ട് അല്ലേ? നിയമത്തിന് അതീതമായി പോകുക. ഓരോ ഗവൺമെൻറ്റുകളല്ല, ജുഡീഷ്യറി പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ചെറുപ്പത്തിലൊന്നും ചിലപ്പോൾ അത്രമാത്രം തോന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വണ്ടിക്ക് ടാക്സ് അടയ്ക്കാണ്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് അടയ്ക്കാണ്ടൊക്കെ വണ്ടി ഓടിച്ച് നടന്ന കാലങ്ങളുണ്ട്. ചിലപ്പോൾ ലൈസൻസ് എൻ്റെ സമയം കഴിഞ്ഞിട്ട് പുതുക്കാണ്ടൊക്കെ നടന്നിട്ടുണ്ട്. അന്നൊക്കെ അതല്ല, വേറെ എന്തൊക്കെയോ തിരക്കുകളിൽ ഇങ്ങനെ അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നലും. ഇപ്പോൾ തീരെ നമുക്ക് ഒരു പ്രായഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് ഒരു കാര്യവും നമുക്ക് നിയമം തെറ്റിച്ച് ചെയ്യാനായിട്ട്, അവിടെ ആ ഒരു നിയമത്തിൻ്റെ പ്രതിരോധമുണ്ടെങ്കിൽ അതിനെ ഭേദിച്ച് പോകാനായിട്ട് ഇഷ്ടമില്ലാതെ വരും. എല്ലാ മനുഷ്യരുടെയും കാര്യമാണ്. അവർ ആ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ ഒരു ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ ലോകത്തെ തത്വങ്ങൾ, കൃത്യമായിട്ടുള്ള തത്വങ്ങളെ തെറ്റിക്കാതെ പോകുക എന്നുള്ളത് നമ്മുടെ പരിണാമത്തിൻ്റെ ദിശയിലുള്ളതാണ്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ഈ ആജ്ഞാചക്ര. കൃത്യമായി എല്ലാ കാര്യങ്ങളെയും ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആജ്ഞ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട്, നമുക്ക് ആജ്ഞാപിക്കാനുള്ള ശക്തി ഉണ്ടാവുക. ഇപ്പോൾ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ 100% ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചറുടെ ആജ്ഞാചക്രം നല്ലപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം ടീച്ചർ അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ത്രോട്ട് ചക്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹയർ ക്രിയേറ്റീവ് പവറാണ്. നമുക്ക് വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ബൃഹത്തായിട്ടുള്ള ചിന്താധാരകളിലേക്ക്, വലിയ കാവ്യസങ്കല്പങ്ങളിലേക്ക് പല സൃഷ്ടികളുണ്ടാകുന്നതും ത്രോട്ട് ചക്രയുടെ മഹനീയമായ കഴിവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ത്രോട്ട് ചക്ര നമുക്ക് ഒരു സ്പിരിച്വൽ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗുരുക്കന്മാർ വളരെ ഉന്നതരാണല്ലോ, ഹോളി തലത്തിലൊക്കെ ഉയർന്നവരാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരുക്കന്മാരൊക്കെ അവർക്ക് ഈ വലിയ സബ്ജക്റ്റുകൾ, ഈ ഭൂഗോളത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള സൂര്യഗോളത്തെക്കുറിച്ചും അതിനു ചുറ്റും നിൽക്കുന്ന ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കുറിച്ചും
ഇന്ന് സയൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ അവരിതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ ഈ അസ്ട്രോളജി ഒക്കെ വന്നത്. ഈ കോസ്മോസിനെ കുറിച്ചും ഈ യൂണിവേഴ്സസിനെ കുറിച്ചൊക്കെ അന്ന് തന്നെ മുന്നേ തന്നെ പഴയ സമ്പ്രദായങ്ങളിൽ ഒരു മിഷണറി ഇല്ലാതെയും ഗുരുക്കന്മാർ കണ്ടെത്തിയിരുന്നു. ഗുരുക്കന്മാർ എന്ന് പറയുന്ന തലത്തിൽ ഉയർന്ന ഗുരുക്കന്മാരെ ധ്യാനത്തിലൊക്കെ ഇരുന്നിട്ടുള്ള വിശുദ്ധത്തിലേക്ക് ഒരു ആന്തരികമായ അറിവുണ്ടായി. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കത് വ്യക്തമാവുകയും അവരത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പല രീതികളിലും പല കഥകളിൽ കൂടിയും അത് പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് കഴിവുണ്ടാക്കുന്നതാണ് ഈ ത്രോട്ട്. പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ ഒരു ശാസ്ത്രജ്ഞൻ, ഇനി വേറെ രീതിയിൽ പറയാം, ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മൈക്രോബയോളജിസ്റ്റ് ഒരു മെഡിസിനെ കുറിച്ച് അത് റിസർച്ച് ചെയ്യുമ്പോൾ ആ മെഡിസിൻ ഈ മൈക്രോബുകൾക്ക് ഇന്ന രീതിയിൽ ആ കോമ്പൗണ്ട് ആയി വരുമ്പോൾ, എൻ്റെ മകള് മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ് US ഇംഗ്ലണ്ടിലുണ്ട്, ഞാൻ അതുകൊണ്ടും കൂടെ ഓർത്തിട്ടാണ് പറഞ്ഞത്. അവൾ ആ സൂക്ഷ്മമായിട്ട് അത് ഏത് ഡോക്ടേഴ്സിന് ഈ മൈക്രോബയോളജിസ്റ്റുകളാണ് ഏത് കോമ്പൗണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അവർ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ കണ്ടെത്തുക. അവർ അത് ചിലത് അപ്പോൾ ആ മൈക്രോബിനെ കൊണ്ടുവന്ന് അതിൽ ചില കോമ്പൗണ്ട് ഇട്ട് അതിന് ഡിഫെൻസീവ്, അപ്പോൾ അത് അങ്ങനെ കണ്ടെത്താൻ ഹയർ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊരു കാര്യത്തെക്കുറിച്ച്, ഒരു കാറ്റിനെക്കുറിച്ച് ഒരു ഡോക്ടറേറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക ഒരാൾ. ഈ കാറ്റ് വായുവാണ്. ഈ വായുവിനെ കുറിച്ച് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കാറ്റ്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇല്ലേ. ചെറിയൊരളവിൽ പറയുകയാണെങ്കിൽ നമുക്ക് വായു ആണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു വലിയ ഘടകം. ഈ വായുവിനെ തന്നെ നമുക്ക് പല രീതിയിൽ അനലൈസ് ചെയ്ത് താഴേക്ക് ഈ ഊർജ്ജ കണങ്ങളെക്കുറിച്ചും ആ സിദ്ധാന്തങ്ങളെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ പഠിച്ചു പോകാനായിട്ട് അത് സാധാരണക്കാർക്ക് കാണാത്ത ഒരു കാഴ്ചപ്പാടുണ്ടായി, പുതിയൊരു കാഴ്ചപ്പാടുണ്ടായി, അത് തെളിയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ ഈ ത്രോട്ട് ചക്രയുടെ വളരെ അത്ഭുതകരമായ ശേഷിയാണ്. നിങ്ങളെക്കുറിച്ച് കുറഞ്ഞു കാണരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശേഷിയുള്ളതാണ്. ഈ ചക്രകളൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ബാലൻസ് ചെയ്യാനും നിങ്ങൾ പഠിച്ചാൽ വളരെ അത്ഭുതകരമായൊരു ജീവിതമായിരിക്കും. അത്ഭുതം നമ്മൾ കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല, അത്ഭുതകരമായി അറിവുകൾ നിങ്ങൾക്ക് അറിയും. നിങ്ങളുടെ ജീവിതത്തിൽ അതൊക്കെ മേന്മയായിട്ട് വരും. ജീവിതത്തിലെല്ലാതും നാം കാണുന്നതൊക്കെ അത്ഭുതം തന്നെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുക. അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവുകയും അതിൽ കൂടെ ലോകത്തിന് മുഴുവൻ ചില സന്ദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് സഹായിക്കുന്നത് ത്രോട്ട് ചക്രയാണ്. പിന്നെ ഹാർട്ട് ചക്രയുടെ സ്ഥാനം ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്നേഹകാരുണ്യങ്ങളുടെ ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് നമ്മുടെ ബാക്ക് ഹാർട്ട്. ക്രൗണിൽ കൂടെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ഇരിപ്പിടം, ദൈവം വന്ന് വസിക്കുന്നു എന്ന് പറയുന്നത് ഈ ഹാർട്ടിൻ്റെ ഭാഗത്തുള്ള ബാക്ക് ഹാർട്ടിലാണ്. അവിടെയാണ് സ്നേഹം വരുന്നത് ഇല്ലേ. നമുക്ക് എന്തെങ്കിലും സങ്കടം വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ഹാർട്ട് ചക്രയിലൊന്ന് പതുക്കെ കൈ വയ്ക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മാറും. ഒരു വലിയ തരത്തിലുള്ള ഒരു പെട്ടെന്ന് പ്രൊവോക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭങ്ങളെ സർവൈവ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ ഹാർട്ട് ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ക്രോധത്തിൻ്റെ അളവുണ്ടല്ലോ, ഇത് നമുക്ക് തന്നെ കണ്ടാമിനേറ്റഡ് ആക്കും, നമ്മെ തന്നെ ദുഷിപ്പിക്കും. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലോ ഊർജ്ജം ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദേഷ്യവും വെറുപ്പും കൺസിക്യൂട്ടീവായി നിലനിർത്തേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ തീരുമാനിക്കുക. ഹാർട്ട് ചക്രയോട് കൈ ഇവിടെ വെച്ച് പറയുക, പ്ലീസ് forgive them. അവരോട് നമുക്ക് ക്ഷമിക്കാനുള്ള ശേഷി ഹാർട്ട് ചക്ര നമുക്ക് തരും. അപ്പോൾ എന്ത് സാധിക്കും, നമ്മുടെ ഉള്ളിൽ ചീത്ത കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്യില്ല. നമുക്ക് വേറെ രോഗങ്ങൾ, അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് യുവർ ഹാർട്ട് ചക്ര, ജസ്റ്റ് ടാപ്പ് യുവർ ഹാർട്ട് സെൻറ്റർ. മറ്റുള്ള ഹീലിംഗ് ഒന്നും പഠിക്കാത്തത് കൊണ്ട് അതിന് വ്യത്യസ്തമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പഠിച്ച ആളുകൾക്ക് ഇത് അല്ല, അറിയാത്ത ആളുകൾക്ക്, സാധാരണക്കാർക്ക്. നമ്മളൊന്ന് ഹാർട്ട് ചക്രയിൽ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഒരു ബോസിനെ കാണാൻ പോവുകയാണ്. പോണ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാർട്ട് ചക്ര ഒന്ന് ടാപ്പ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മിൽ നിന്നൊരു എനർജി വൈബ്രേഷൻ, സ്നേഹത്തിൻ്റെ ഒരു എനർജി നമ്മളിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയാനാണോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയാനാണോ, നമ്മൾ ഏത് സാഹചര്യങ്ങളായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഹാർട്ട് ചക്രയെ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുകയും നമ്മിലൂടെ ധാരാളം സ്നേഹത്തിൻ്റെ ഊർജ്ജം ഉണരുകയും നമ്മുടെ ഊർജ്ജ ശരീരം മുഴുവനും സ്നേഹത്തിൻ്റെ ഊർജ്ജമായി തീരുകയും നാം എവിടേക്ക് കയറി ചെന്നാലും അവർക്ക് നമ്മളോട് ദേഷ്യപ്പെടാനിരുന്ന ബോസ് അവിടെ ചെല്ലുമ്പോൾ അത് മറന്നു പോയിട്ട് സ്നേഹത്തോടു കൂടി വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹം തിരിച്ചു വിടുന്നതായിട്ട് കാണാം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ പറയണത് വിശ്വസിക്കുന്നതിനൊക്കെ കൂടുതൽ ഇതൊന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾ ഏത് സന്ദർഭങ്ങളെയും സർവൈവ് ചെയ്യാനായിട്ട്. ഇനി രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമമുണ്ടെങ്കിൽ, രോഗത്തിൻ്റെ വ്യാധി പിടിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ചെറിയ രോഗങ്ങളുണ്ടാകുമ്പോൾ അത് വലിയ രോഗങ്ങൾക്ക് കാരണമാണോ എന്ന് വിചാരിച്ച് സ്ട്രെസ്ഡ് ആവുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹീലറായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ ചെറിയൊരു കാര്യത്തിന് വേവലാതി പിടിച്ച് വെറുതെ അസുഖം അവിടെ കൂട്ടും. അവരോട് ഞാൻ പറയാറുള്ളത്, ഈ ഹാർട്ട് ചക്ര അവർക്ക് ചെറിയ മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കുക ചെയ്യുക. നിങ്ങൾ വേറെ ചികിത്സ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ ഹാർട്ടിനെ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഹാർട്ട് ആക്ടിവേറ്റ് ചെയ്താൽ എന്താണ് പ്രത്യേകത? ഹാർട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഇനി വലിയൊരു രോഗമാണ്, മാറാത്തൊരു രോഗമാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതെങ്കിൽ അത് അങ്ങോട്ട് ഉണ്ടാവട്ടെ, ഏറി വന്നാൽ മരിക്കുന്നല്ലോ എന്നുള്ള ഒരു ഫീല്, ഒരു ഇഗ്നോറൻസ് വരും, ഒരു കറേജ് നമ്മുടെ ഉള്ളിൽ, എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, സ്നേഹത്തിൻ്റെ ഒരു ഉണർവ് നമ്മിലുണ്ടാകുമ്പോൾ എന്ത് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്കും ഒരു പ്രതിവിധി ധൈര്യമാണ്. ഡിഫൻസ് സിസ്റ്റം മറയ്ക്കുകയും നമുക്ക് ചിലപ്പോൾ പല ആളുകൾക്കും ഇത്ര നാളുകൾക്കുള്ളിൽ മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ആളുകൾ പിന്നെയും വർഷങ്ങളോളം ജീവിച്ചത് അവർക്ക് ആ കൂസലില്ലായ്മയാണ്, ഇഗ്നോറൻസ് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കാൻ, സന്തോഷം ഉണ്ടാവാൻ, സമാധാനമുണ്ടാകാൻ ഒക്കെ ഈ ഹാർട്ട് ചക്ര വളരെ സഹായിക്കും. അതുപോലെ തന്നെ സോളാർ പ്ലെക്സസിൻ്റെ ഒരു പ്രധാന ദൗത്യം കറേജാണ്. കറേജിയസ് ആയിട്ടിരിക്കുക എന്ന് പറയും. സ്നേഹം ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ സോളാർ പ്ലെക്സസ് ചെറുതായി പോകുന്നുണ്ട്. അപ്പോൾ സോളാർ പ്ലെക്സസ് അതിൽ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ എനർജി ഉണ്ടാവുന്നത് അവിടെ തന്നെയാണ്. കറേജ് ഉണ്ടാവുന്നതാണ്. നല്ല ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ധൈര്യം, എക്സ്പ്രസീവ്നെസ്, അസർട്ടീവ്നെസ് ഒക്കെ ഉണ്ടാവുകയും നമുക്ക് സൈക്കോളജിക്കൽ ഇംബാലൻസ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഡിസയർ ഉണ്ടാവുന്നതും നമുക്കൊരു കാര്യം സാധിക്കണമെന്നുള്ള തീവ്രമായ ഇച്ഛാശക്തി, ആഗ്രഹം ഉണ്ടാവുകയും അതിനെ ആജ്ഞാചക്ര ഇച്ഛാശക്തിയോട് കൂടി അതിനെ വർക്ക് ചെയ്യുകയും ആ ആഗ്രഹങ്ങൾ, നമുക്കൊരു ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നങ്ങൾ നമ്മൾ നെയ്യുമ്പോൾ ആ സ്വപ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്നത് സോളാർ പ്ലെക്സസ് ആണ്. നമുക്ക് ആ ഡിസയർ നമ്മിൽ ജനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് സോളാർ പ്ലെക്സസ്, ഇപ്പോൾ ഹാർട്ട് ചക്ര വലുതാകുമ്പോൾ സോളാർ പ്ലെക്സസ് ബാലൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ സോളാർ പ്ലെക്സസ് ചക്ര എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്താൽ അത് ഒരു ഭയത്തിൻ്റെ, ഒരു ആങ്സൈറ്റിയുടെ, ഒരു ഇറിറ്റബിലിറ്റിയുടെ ഫോമിലേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന അയൽവാസികളാണ്, വളരെ സൗഹൃദം അവർ തമ്മിൽ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹാർട്ട് ചക്രയിൽ നിന്ന് ടാപ്പ് ചെയ്താൽ ഉടനെ സോളാർ പ്ലെക്സസ് ഹാർട്ട് ചക്ര പറയും, ഡോണ്ട് വറി, ഐ ആം ഹിയർ ഫോർ യു, നത്തിങ് ടു വറി എന്ന് പറയും. അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരും ചക്ര. അപ്പോൾ ഇയാൾ പറയും, ഞാൻ പേടിച്ചു, ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയം വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല എന്ന് അയൽവാസിയോട് പറയും. അപ്പോൾ ഹാർട്ട് ചക്ര ഓപ്പണായി വന്നിട്ട് തിരിഞ്ഞ് അവരോട് പറയും, ഓ നത്തിങ് ടു വറി, ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനാണ് വിഷമിക്കേണ്ട കേട്ടോ, നല്ല കുട്ടിയായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരാശ്വാസം കിട്ടും, ഒരു ഹീലിംഗ് കിട്ടുമ്പോൾ സോളാർ പ്ലെക്സസ് പെട്ടെന്ന് നോർമലാവും. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ കാര്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വളരെ ശാന്തത ഉണ്ടാക്കാനായിട്ട് ഈ വക പരിശീലനങ്ങൾ കൊണ്ട് സാധിക്കും. പിന്നെ നാവൽ ചക്രയാണ്. നാവൽ നമ്മുടെ അറിവിൻ്റെ വിശാലതയാണ്. നമുക്ക് എത്രമാത്രം അറിവുണ്ടാക്കണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നതും ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും മാത്രമാണ് അറിവ് എന്ന് വിചാരിക്കാതെ ഇനിയും അറിഞ്ഞാലും അറിയാത്ത സാഗരം പോലെയാണ് ഈ അറിവ് എന്നുള്ള അറിവ് തിരിച്ചറിവുണ്ടാക്കുന്നത് നാവലാണ്. ഒരു പ്രാക്ടിക്കൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് ഉദാഹരണത്തിന് ഈ പാറ
ഈ പാറ എവിടെ നിന്ന് വന്നു, ഇതെങ്ങനെയാണ് ഈ രൂപപ്പെട്ടു, ഇത് ഈ ചെറിയൊരു സ്പേസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് എന്തുകൊണ്ടാണ് മറിഞ്ഞ് വീഴാത്തത്. സാധാരണ ഒരാൾ ഇത് ആലോചിക്കില്ല, അവിടെ പാറയുണ്ട് നല്ല സുഖമായിട്ട് കയറിയിരിക്കാമെന്നില്ലേ, ഇതുമ്പോൾ നല്ല സുഖമാണ് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുക. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഇത് പൊട്ടിച്ചാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വളരെ മൂല്യമായ രത്നങ്ങളുണ്ടാവുമോ, അങ്ങനെ ചിന്തിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്, ഉണ്ടാവണമെന്നല്ല. മാത്രമല്ല ഇതിന് കൊത്തുപണി ചെയ്തിട്ട് ഒരു പ്രത്യേക ഇതിലൊരു രൂപത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ഒരറിവാണത്. ഇതിൽ ഇന്ന രൂപത്തെ കൊത്തി ഉണ്ടാക്കിയാൽ അത് മനോഹരമായൊരു ശില്പമാവുന്നത്, അതൊരു ക്രിയേറ്റീവായിട്ടുള്ളതും കൂടെയാണ്. പക്ഷെ ഇത് നേവൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതെന്തൊക്കെ കോമ്പൗണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് മെഡിറ്റേഷൻ അവിടെ നടക്കും. നേവലാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് മെഡിറ്റേഷൻ. നമ്മുടെ കയ്യിൽ ഒരു പൂവ് തന്നിട്ട് ആ പൂവിനെ കുറിച്ച് ഒരു 100 വാക്കുകൾ എഴുതാൻ പറഞ്ഞാൽ, 100 വാചകങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ ചിലപ്പോൾ സാധിക്കില്ല. ഇത് ഒരു പൂവ്, ഒരു ചെടി, അതിന്മേൽ തണ്ടുണ്ട്, ഇതിന് ചുമന്ന നിറമാണ്, അടിയിൽ വെളുത്ത നിറമുണ്ട്, അതിൽ ചെറിയ നാരുകളുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും 10 എണ്ണം എഴുതുമ്പോഴേക്കും നമുക്ക് അതിനെക്കുറിച്ച് എഴുതാനില്ലാതാവും. പക്ഷേ ഈ നേവൽ നന്നായി വർക്ക് ചെയ്യുന്ന ആൾ 100 എണ്ണം എഴുതാൻ പറഞ്ഞാൽ 200 ആയിട്ട് അത് എഴുതാനായിട്ട് അയാൾക്ക് സാധിക്കും. കാരണം നേവൽ അറിവിൻ്റെ തലമാണ്, ഒരു വികാസമുണ്ടായിക്കൊണ്ടേയിരിക്കുന്ന, പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും വിവേചിച്ചറിയാനുള്ള ശക്തി തരുന്നതാണ് നേവൽ. ഇനി ഇതിനെക്കുറിച്ച് ഇത്ര പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ഓരോ ചക്രകളെ കുറിച്ചും പറയാനുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റിൽ പറഞ്ഞില്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോയാൽ ഇത് പറയാൻ മടിയുണ്ടായിട്ടോ പിശുക്കുണ്ടായിട്ടോ അല്ല. നമുക്ക് വീഡിയോ അധികം ആളുകളും കുറച്ച് കണ്ടിട്ട് അത് നിർത്തരുത്, കാണുന്നത് കാണട്ടെ, അതുകൊണ്ടാണ് വീഡിയോ ഷോർട്ടാക്കണത്. അപ്പോൾ നേവൽ ഇതാണ് സെക്സ് ചക്ര. നമ്മൾ സെക്സ് മോശമാണെന്ന് വിചാരിക്കുകയാണ് ആളുകൾ, നമുക്ക് അങ്ങനെയാണ് ചെറുപ്പത്തിൽ. ഈ സെക്സ് ചക്രയ്ക്ക് വളരെ അത്ഭുതകരമായ വേറെ ചില കഴിവുകളുണ്ടെന്നറിയണം. നമ്മുടെ ഒരു കൈപുണ്യം എന്ന് കേട്ടില്ലേ, ചില ഡോക്ടർമാർ നല്ല കൈപുണ്യമുള്ള ഡോക്ടറാണ്, അദ്ദേഹം ഒരു മരുന്ന് എഴുതി കൊടുത്തു, അത് കഴിച്ചപ്പോൾ രോഗം മാറി. വലിയ അതിലും കൂടുതൽ പഠിച്ച ഡോക്ടർ അത് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ രോഗം പറ്റിയില്ല എന്ന് പറയുന്നത് കേൾക്കാം. ഇദ്ദേഹം അത് പെട്ടെന്ന് കണ്ടെത്തി അതിനൊരു മരുന്ന്, സിമ്പിൾ ഒരു മരുന്ന് പറഞ്ഞു തന്നപ്പോഴേക്കും നമ്മുടെ അസുഖം മാറി. അതൊരു കൈപുണ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് സത്യത്തിൽ അതൊരു വിശ്വാസത്തിൻ്റെ രൂപത്തിലാണ് ആളുകളത് സങ്കല്പിക്കുന്നതെങ്കിലും ആക്ച്വലി അത് അവിടെ ഉണ്ടെന്ന് തന്നെയാണ്. ഈ സെക്സ് ചക്ര ആ നേരത്ത് നമ്മളോട് പറയാണ് ഈ രോഗം മാറാൻ ഇന്ന മരുന്ന്, അദ്ദേഹത്തിൻ്റെ ആന്തരികമായിട്ടൊരു അറിവ് കൊടുക്കുകയാണ്, ഈ മരുന്നൊന്ന് എഴുതി കൊടുക്കും. ഈ പാരസെറ്റമോൾ കൊടുക്കാതെ അതിന് പകരം ഈ വെറുതെ ഒരു ചെറിയ വൈറ്റമിൻ്റെ ഒരു ടാബ്ലറ്റ് എഴുതി കൊടുത്തോളൂ. അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ കുറവാകും ചിലപ്പോൾ ഉണ്ടാവുക, വെയിൽ കൊള്ളാത്തതിൻ്റെ. അപ്പോൾ ഈ അസുഖങ്ങൾ ശരീരത്തിന് ശോഷിക്കുക, ഈ ഡിപ്രഷൻ ഉണ്ടാവുക, സാഡ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടാകുക, പിന്നെ വല്ലാത്ത ക്ഷീണം തോന്നുക, ഇതിനൊക്കെ ചിലപ്പോൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി ഇല്ലാത്തതുണ്ടാവും. അപ്പോൾ അതിന് ഈ ക്ഷീണം കൊഴുക്കാനായിട്ട് പലതരത്തിലുള്ള ക്ഷീണവും ശരീരത്തിലെ എല്ലിനൊക്കെ മുട്ടുകൾക്കൊക്കെ വേദനയും വല്ലാത്ത അസ്വസ്ഥതയൊക്കെ തോന്നുമ്പോൾ മുട്ടിന് വേദനയ്ക്ക് മരുന്ന് കൊടുക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ചില ഡോക്ടർമാർ അദ്ദേഹം പറയാണ് ഈ വൈറ്റമിൻ ഡി ചേർന്ന ഈ മരുന്നും ആ വേദന കുറേയുള്ള മരുന്നും കൂടി ഉള്ളത് ഏതാണെന്ന് അദ്ദേഹം പഠിച്ച് പെട്ടെന്ന് അയാളുടെ ഉള്ളിൽ വരുന്നത് അദ്ദേഹം അത് എഴുതി കൊടുക്കുകയും എന്തൊരു കൈപ്പുണ്യമുള്ള ഡോക്ടറാന്ന് പറയും അല്ലേ. അപ്പോൾ അത് ഈ സെക്സ് ചക്രയുടെ ഒരു ശക്തി കൂടിയാണ്. സെക്സ് ചക്ര സെക്സിന് വേണ്ടി മാത്രമുള്ളതല്ല, കാലുകൾക്ക് ശക്തി കൊടുക്കുന്നതാണ്. കാലുകൾ നല്ല സ്ട്രോങ് ആയിരിക്കും. പന്ത് കളിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ക്രിക്കറ്റ് കളിക്കാർ പന്ത് എസ്പെഷ്യലി ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കാല് കണ്ടില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ സെക്സ് ചക്ര നല്ലപോലെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ സന്ദർഭത്തിലൊരു ഓർമ്മ വന്നൊരു കാര്യം പറയുകയാണ്. ഞാൻ പണ്ട് വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ ഹീലർ ആയിരുന്ന സമയത്ത് അവിടെ ഒരു ഫോറിനർ വന്നു. അവർ സ്വീഡൻകാരിയായിരുന്നു. അവരുടെ ബ്രദറായിട്ട് അവർക്ക് ഒരു വല്ലാത്തൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. വല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നും നടന്നില്ല, അവർക്കത് വലിയ പ്രശ്നമായിരുന്നു. അവർ മെഡിസിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ പഠിച്ച് ബുക്സൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസിന് എഴുതുന്നവരാണ്.
അവർ എല്ലാ രാജ്യങ്ങളിലും പോയി അവർ സ്റ്റുഡൻസിനെയൊക്കെ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നവരാണ്. അവർക്ക് ഒരു പരിഹാരം കിട്ടാതെ അവർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ആയുർവേദ ചികിത്സയ്ക്ക് ശ്രമിച്ചു. എന്നിട്ടും കുറേ തവണ വന്നിട്ടും പറ്റാതെ ഇവിടുത്തെ ഒരു പ്രഗത്ഭമായ ആസ്പത്രിയിലത്തെ ഒരു ഡോക്ടർ അവരോട് പറഞ്ഞു, ഞാൻ അന്ന് വെസ്റ്റ്ഫോർട്ട് ആസ്പത്രിയിലാണല്ലോ, അവിടേക്ക് എന്നെ വന്ന് കാണാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വന്ന് കണ്ടു. അന്ന് തന്നെ അവരുടെ പ്രശ്നം സോൾവായി. അത് അപ്പോൾ സോൾവായി. അത് പിന്നെ കംപ്ലീറ്റ് മാറിയെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് അവരുടെ ഫാമിലി മുഴുവൻ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവർ പറഞ്ഞു, അവർ ആക്ച്വലി ഇറാൻകാരിയാണ്. അവരവിടെ മൈഗ്രേറ്റ് ചെയ്ത സ്വീഡനിൽ. അവരെന്നെ കുറിച്ചൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. അവർ പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ കൊറോണയ്ക്ക് ശേഷം അവർ വന്നിട്ടില്ല ഇവിടെ ഇന്ത്യയിൽ. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഒരു മാസമൊക്കെ ഇവിടെ താമസിച്ച് എൻ്റെ അടുത്ത് ഹീലിങ്ങും ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർ ഒരിക്കലും എന്നെ സ്വീഡനിലേക്ക് എന്നെ വിളിച്ചു. ചുരുങ്ങിയത് 2 മാസമെങ്കിലും അവിടെ വരണം. കാരണം അവിടെ ഇറാഖിലെ ഫുട്ബോൾ പ്ലെയേഴ്സ് അവിടെ ഉണ്ട്. അവർക്കൊന്ന് ഹീലിംഗ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് അവരായിട്ട് എന്തോ ബന്ധമുണ്ട് ഇവരുടെ ബ്രദറൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഒന്ന് വരാമോ, എല്ലാ ഫെസിലിറ്റിയും തരാം, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ. പക്ഷെ അന്ന് നമുക്ക് അന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഞാൻ സമയം ഇവിടെ കൊടുത്ത് ഇരിക്കുകയും എന്നെ അടുത്ത ആഴ്ചയിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ പോസ്റ്റ് ഡേറ്റിൻ്റെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഡയറിയിൽ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ, ഇതിൽ ചില ആളുകൾ വല്ലാണ്ട് പാനിക്കാവും ആ സമയത്തിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഉള്ള തോന്നൽ കൊണ്ട് ഞാൻ അന്ന് സമ്മതിച്ചില്ല. എന്നാലും ഞാൻ വെസ്റ്റ്ഫോർട്ടിൻ്റെ MD ആയിട്ട് സംസാരിച്ചു. വെസ്റ്റ്ഫോർട്ടിൻ്റെ MD സംസാരിച്ച് എന്നോട്, അങ്ങനെ പോയാൽ നിങ്ങളെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ 2 മാസം ബ്രേക്ക് ആകുമ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അത് കുറവല്ലേ, ആലോചിച്ച് നോക്കുള്ളൂ. നിങ്ങൾക്ക് ഫൈനാൻഷ്യലൊക്കെ നല്ലത് തന്നെയാണ്, അത് തന്നെയാണ് നല്ലത്. പക്ഷെ നിങ്ങളൊരു സിസ്റ്റത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ്, ഈ സെക്സ് ചക്ര ഒക്കെ നല്ലപോലെ, അത് ആർക്കും അറിയാത്ത കാര്യമാണ്. കാലുകൾക്ക് ശക്തി കൊടുക്കുന്ന ഹീലേഴ്സിന് മാത്രമേ അത് അറിയുള്ളൂ. മറ്റുള്ള എല്ലാ സ്പോർട്സ് അതോറിറ്റി ആളുകളായാലും അവർ കാലിനുള്ള എക്സസൈസുകൾ ചെയ്യുക. ബേസിക് ചക്രയും സെക്സ് ചക്രയാണ് ഇവരുടെ ബോഡിക്കുള്ള സ്ട്രെങ്ത്തും എല്ലാതും. ബാക്കിയുള്ള എല്ലാ ചക്രകളും ഉണ്ട്. ഈ ചക്രയായിട്ട് ഉപയോഗിച്ച് അതിനെ മാക്സിമം ആക്ടിവേറ്റ് ചെയ്ത് അതിനെ ചിലതിനെ കുറയ്ക്കേണ്ടതിന്, എക്സൈറ്റ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ ചില ഭാഗങ്ങൾ കുറയ്ക്കേണ്ടതിന്, ചില വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ച് അതിനെ ബോഡിയെ ബാലൻസ് ചെയ്യാൻ എനിക്ക് കഴിയുമായിരുന്നു, എനിക്ക് സാധിക്കുമായിരുന്നു. അത് അവർക്ക്, ആ ഡോക്ടർക്ക് അത് അറിയുമെന്നുകൊണ്ടാണ് എന്നെ നിർബന്ധിച്ചത്. പക്ഷെ അന്ന് ഞാനത് നിഷേധിച്ചതല്ല, അത് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതൊരു അഹങ്കാരമായിട്ട് പറഞ്ഞു എന്ന് ആരും വിചാരിക്കരുത്. അത് അങ്ങനെ, എനിക്ക് സാധാരണക്കാരും പ്രധാനമാണ്, ഇനി വലിയ ആളുകളും പ്രധാനമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട്, എല്ലാവരും ആവശ്യക്കാരാണ് എന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ ചെയ്തു പോയതാണ്. ക്ഷമിക്കണം. ഓക്കെ. ദെൻ ബേസിക് ചക്ര ഇതേപോലെ തന്നെ ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്ക് ബേസിക് ചക്രയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഭൂമിയിൽ ഉറച്ചു നിന്ന് ശക്തിയിൽ ഏത് സ്പോർട്സ് ചെയ്യുന്നതും, എന്തായാലും ഗെയിംസ് ആയാലും ഒക്കെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഇതൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതാണ് ബേസിക് ചക്ര. ഒട്ടനവധി അതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവലാണ്. ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായും മികച്ചവനായിട്ടും നിലനിൽക്കുക എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി, എത്രമാത്രം ശക്തനായിട്ട് ഭൂമിയിൽ സന്തോഷവാനായി സമൃദ്ധിയായി മറ്റുള്ളവർക്കും ഗുണപരമായി ഭൂമിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുക എന്ന് സഹായിക്കുന്നതാണ് നമ്മുടെ ബേസിക് ചക്ര. പിന്നെയും ഒട്ടനവധി ചക്രകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഞാൻ ഇനി എല്ലാത്തിനെയും കുറിച്ച് കൂടുതലായിട്ട് മെയിൻ ചക്രയെ ഞാൻ കുറച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ കൃഷ്ണൻ ചോദ്യത്തിന് ഉത്തരമായോ, ഇനി എന്തെങ്കിലും അതിൽ ചോദിച്ചാൽ ഉത്തരം പറയാതെ പോയോ എന്നുള്ളത് എനിക്കറിയില്ല. ചെയ്തിട്ടുണ്ട്. ചക്രകളെല്ലാം മാസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചക്രകൾ ഒരു മഹാസംഭവമാണ്, അതീന്ദ്രിയമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവതരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക്, അങ്ങനെ കരുതുന്ന പ്രേക്ഷകർക്ക് ഇത് വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ ലളിതമായിട്ടും
സയൻറ്റിഫിക്കായിട്ടുള്ള അറിവുകളാണെന്നുള്ള രീതിയിൽ മാസ്റ്റർ അവതരിപ്പിച്ചു. താങ്ക് യു. നമസ്തേ. നമസ്തേ.